BLM കേരള തമിഴ്നാട് പോണ്ടിച്ചേരി. നമസ്കാരം, M5 ലൈവിലേക്ക് സ്വാഗതം. കുഞ്ഞുങ്ങളുടെ സാമൂഹ്യ മാധ്യമ ഉപയോഗത്തിന് നിയന്ത്രണം കൊണ്ടുവരാൻ കേന്ദ്ര സർക്കാർ. ഇത് സംബന്ധിച്ച നിയമനിർദ്ദേശങ്ങൾ ജൂലൈ 20 ആരംഭിക്കുന്ന പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിൽ കൊണ്ടുവന്നേക്കുമെന്നാണ് സൂചന. 16 വയസ്സിൽ താഴെയുള്ള കുഞ്ഞുങ്ങളുടെ സാമൂഹ്യ മാധ്യമ ഇടപെടലുകൾ നിയന്ത്രിക്കാനാണ് നീക്കം. അടുത്തിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ ഓസ്ട്രേലിയ സന്ദർശനത്തിൽ പ്രധാനമന്ത്രി ആന്റണി അൽബനീസുമായി നടത്തിയ ചർച്ചയിൽ ഇക്കാര്യവും പരാമർശ വിഷയമായിരുന്നു. 16 വയസ്സിൽ താഴെയുള്ളവരുടെ സാമൂഹ്യ മാധ്യമ പ്ലാറ്റ്ഫോമുകളിലേക്ക് ഇടപെടൽ വിലക്കിയ ഓസ്ട്രേലിയയുടെ തീരുമാനത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദിക്കുകയും അതിൻ്റെ വിശദാംശങ്ങൾ തേടുകയും ചെയ്തിരുന്നു. ലോകത്ത് ആദ്യമായി ഇത്തരം നിയന്ത്രണം കൊണ്ടുവന്ന രാജ്യം ഓസ്ട്രേലിയ ആയിരുന്നു. IT സാമൂഹ്യ മാധ്യമ രംഗത്ത് ഓസ്ട്രേലിയ കൊണ്ടുവന്നിട്ടുള്ള നിയന്ത്രണങ്ങളും പ്രായപരിധി വെച്ചിട്ടുള്ള ഉപാധികളും ആവേശഭരിതവും ലോകത്തിന് മുഴുവൻ മാതൃകയുമാണെന്ന് പറഞ്ഞ പ്രധാനമന്ത്രി ഇക്കാര്യത്തിൽ ഭാരതത്തിന് ഓസ്ട്രേലിയയിൽ നിന്ന് ഏറെ പഠിക്കാനുണ്ടെന്നും വ്യക്തമാക്കിയിരുന്നു. ഓസ്ട്രേലിയയിൽ 16 വയസ്സിന് താഴെയുള്ളവർക്ക് ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, എക്സ്, ടിക്ടോക്ക്, യൂട്യൂബ്, സ്നാപ്ചാറ്റ് എന്നിവ അടക്കമുള്ള എല്ലാ സാമൂഹ്യ മാധ്യമങ്ങളിലും പ്രവേശനം നിഷേധിച്ചിരിക്കുകയാണ്. ഈ വർഷം ആദ്യം മുതൽ തന്നെ ഭാരതത്തിലും ഇത്തരം നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തണമെന്ന കാര്യം പരിഗണനയിലാണ്. ചില സംസ്ഥാന സർക്കാരുകളും കോടതികളും ഇക്കാര്യം ഉയർത്തുകയും ചെയ്തിരുന്നു. കേന്ദ്ര IT വകുപ്പിന്റെ കൂടി ചുമതല വഹിക്കുന്ന റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് സാമൂഹ്യ മാധ്യമ കമ്പനികളുമായി ഇത് സംബന്ധിച്ച ചർച്ചകൾ നടത്തിവരികയാണെന്ന് പറഞ്ഞിരുന്നു. പ്രായത്തിന്റെ അടിസ്ഥാനത്തിൽ സുരക്ഷാ മാനദണ്ഡങ്ങൾ ഒരുക്കാനും പ്രവേശനം തടയാനുമാണ് കേന്ദ്ര സർക്കാർ ചർച്ചകളിൽ ആവശ്യപ്പെട്ടത്. ഇത് സംബന്ധിച്ച് സാമൂഹ്യ മാധ്യമ കമ്പനികളുമായി നിരവധി തവണ IT മന്ത്രാലയം ചർച്ച നടത്തി കഴിഞ്ഞു എന്നാണ് സൂചന. ഓൺലൈൻ ഗെയിം കളിച്ചതിലൂടെ നിരവധി കുഞ്ഞുങ്ങൾ ആത്മഹത്യ ചെയ്തതാണ് ഇത്തരമൊരു നീക്കത്തിന് കേന്ദ്ര സർക്കാരിനെ പ്രേരിപ്പിക്കുന്നത്. കഴിഞ്ഞയാഴ്ച ഇൻസ്റ്റാഗ്രാമിനോട് കൊച്ചു കുഞ്ഞുങ്ങളെ ലൈംഗികമായി ചൂഷണം ചെയ്യുന്ന തരത്തിലുള്ള ഉള്ളടക്കത്തിന്റെ പരസ്യം നീക്കം ചെയ്യാൻ കേന്ദ്ര സർക്കാർ നിർദ്ദേശിച്ചിരുന്നു. ജൂൺ മാസത്തിൽ ആഭ്യന്തര മന്ത്രാലയത്തിന്റെ റിപ്പോർട്ടിൽ ഇത്തരം ബാലദുരുപയോഗം സംബന്ധിച്ച ഉള്ളടക്കം ടെലിഗ്രാമിലുള്ള കാര്യവും റിപ്പോർട്ട് ചെയ്തിരുന്നു. കേന്ദ്ര നിയമം വരുന്നതിന് മുമ്പ് തന്നെ ചില സംസ്ഥാന സർക്കാരുകൾ സ്വമേധയാ ഇത്തരം നിയന്ത്രണങ്ങൾക്ക് ഒരുങ്ങിയിട്ടുണ്ട്. ആന്ധ്രാപ്രദേശ് 13 വയസ്സിന് താഴെയുള്ളവരുടെ സാമൂഹ്യ മാധ്യമ ഉപയോഗം നിരോധിച്ചു. കർണാടകം 16 വയസ്സിൽ താഴെയുള്ളവരുടെ ഉപയോഗം നിരോധിക്കാൻ വേണ്ടി തീരുമാനിച്ചു. ഗോവയും ഇതേ രീതിയിൽ തന്നെയുള്ള നിയന്ത്രണം കൊണ്ടുവരാനാണ് ശ്രമിക്കുന്നത്. ഇതിനിടെ ഉത്തർപ്രദേശിലെ അലഹബാദ് ഹൈക്കോടതിയുടെ ലക്നൗ ബെഞ്ച് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളോടും കേന്ദ്ര സംസ്ഥാന ബാലാവകാശ കമ്മീഷനുകളോടും ഇത് സംബന്ധിച്ച ഒരു പൊതു താൽപര്യ ഹർജിയിൽ വിശദീകരണം തേടിയിട്ടുണ്ട്. പ്രായപൂർത്തിയാകാത്തവരുടെ ഓൺലൈൻ ഗെയിം പ്ലാറ്റ്ഫോമുകളിലേക്കുള്ള പ്രവേശനം നിരോധിക്കണമെന്നാവശ്യപ്പെട്ടുള്ളതാണ് ഹർജി. റോബ്ലോക്സ് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന ഓൺലൈൻ ഗെയിം കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടർ, ഓൺലൈൻ ഗെയിം അതോറിറ്റി ഓഫ് ഇന്ത്യ തുടങ്ങിയവർക്കും അഭിഭാഷകയായ റാണി സിംഗ് നൽകിയ പൊതു താൽപര്യ ഹർജിയിൽ നോട്ടീസ് നൽകി. ഓൺലൈൻ ഗെയിം പ്ലാറ്റ്ഫോമുകൾ കുഞ്ഞുങ്ങളുടെ മാനസികാരോഗ്യത്തെയും പെരുമാറ്റത്തെയും സ്വഭാവത്തെയും മോശമായി ബാധിക്കുന്നുവെന്നും മാനസിക വികാസത്തെ തളർത്തുന്നുവെന്നും ഇതിനെ ഫലപ്രദമായി നിയന്ത്രിക്കാൻ സംവിധാനങ്ങൾ ഒരുക്കണമെന്നും ആവശ്യപ്പെട്ടാണ് ഹർജി. രാജ്യവ്യാപകമായി ഒരേ രീതിയിൽ നിയന്ത്രണം കൊണ്ടുവരുന്നതിൻ്റെ സാധ്യതകൾ കേന്ദ്ര IT മന്ത്രാലയം പരിശോധിക്കുകയാണ്. 100 കോടിയിലേറെ ആളുകൾ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്ന ഭാരതത്തിൽ ഇത്തരമൊരു നിയന്ത്രണം എങ്ങനെ നടപ്പിലാക്കാൻ കഴിയുമെന്നാണ് പ്രധാനമായും വിലയിരുത്തുന്നത്. ഏറ്റവും കൂടുതൽ യുവാക്കളും കുട്ടികളും ഇന്റർനെറ്റ് ഉപയോഗിക്കുന്നതും ഭാരതത്തിലാണ്. ഓൺലൈൻ ഗെയിം നിരവധി ജീവനുകൾ കവർന്നെടുത്തതോടെ കുഞ്ഞുങ്ങളിൽ മൊബൈൽ ഫോൺ ഉപയോഗവും സാമൂഹ്യ മാധ്യമങ്ങളുടെ ഉപയോഗവും സൃഷ്ടിക്കുന്ന ആസക്തി ഗുരുതരമാണെന്നാണ് വിദഗ്ധരുടെ അഭിപ്രായം. അതുകൊണ്ട് തന്നെയാണ് ഇത്തരം നിയന്ത്രണങ്ങൾക്ക് കേന്ദ്ര സർക്കാർ ഒരുങ്ങുന്നതും. BLM കേരള തമിഴ്നാട് പോണ്ടിച്ചേരി.